ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എന്താണ് റിക്കർഷൻ. ശരിക്കും വെച്ചാൽ ഫങ്ഷൻസ് നല്ലപോലെ പഠിച്ച ഒരാൾക്കാണ് റിക്കർഷൻസിലേക്ക് വരാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫങ്ഷൻ്റെ ഒരു യൂസാണ് ഈ ശരിക്കും പറഞ്ഞ റിക്കർഷൻ എന്ന് പറയുന്നത്. പലർക്കും ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒന്നും മനസ്സിലാകാത്തൊരു ടോപ്പിക്കാണ്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന്. ശരിക്കും എക്സാമിനേഷനൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ ലോജിക്ക് മനസ്സിലാക്കാനായിട്ട് പാടുള്ളവർ ഒരിക്കലും അങ്ങനെയല്ല, നല്ലപോലെ നിങ്ങളെ മനസ്സിലാക്കി തരും. പക്ഷെ ലോജിക്ക് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരേ ഒരു കാര്യം ഇതിനകത്ത് ഓർത്താൽ മതി. നോക്കിക്കേ, എൻ ഇൻറ്റു ഓക്കെ അല്ലേ, എൻ ഇൻറ്റു എഫ് ഓഫ് എൻ മൈനസ് 1. ഈ ഒറ്റ സാധനം ഓർത്തിരുന്ന റിക്കർഷൻ കഴിഞ്ഞ്. മനസ്സിലായില്ലേ? അപ്പോൾ ഫങ്ഷൻസ് പഠിച്ചു കഴിഞ്ഞാലാണ് റിക്കർഷൻസ് പഠിക്കേണ്ടത്. ഫങ്ഷൻ പഠിച്ചിട്ട് വേണം റിക്കർഷനിലോട്ട് വരാൻ. കാരണം ഈ ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ റിക്കർഷൻ എന്താണെന്നും പ്രോബ്ലം എന്താണെന്നൊക്കെ വെച്ചാൽ ലോജിക്കും പറഞ്ഞു തരും. ലോജിക്ക് പറഞ്ഞു തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ നിങ്ങൾ എന്താണ് കോഡ് ചെയ്യാന്നെടുത്ത് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒറ്റ സാധനം ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ഒരു സാധനം എൻ ഇൻറ്റു എഫ് ഓഫ് എൻ മൈനസ് 1 എന്ന് പഠിച്ചാൽ റിക്കർഷൻ മുഴുവൻ കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ എന്താണ് റിക്കർഷൻ? റിക്കർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ when a function calls itself, ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നതിനാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇപ്പം 5 പ്രാവശ്യം 5 ടൈംസ് എം സിഗ്മ എന്ന് പ്രിന്റ് ചെയ്യണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫോർ ലൂപ്പ് ഉപയോഗിച്ച്. എന്നാൽ റിക്കർഷൻ അതായത് ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്, നമ്മളൊരു ഫംഗ്ഷൻ എഴുതുവാണ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതി. ആ ഫംഗ്ഷൻ ശരിക്കും നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേന് ഈ ഫംഗ്ഷൻ തന്നെ വീണ്ടും ആ ഫംഗ്ഷനെ വിളിക്കുവാണെന്നിരിക്കട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാനൊരു ഫംഗ്ഷൻ കോൾ ചെയ്ത് ഫംഗ്ഷൻ വർക്ക് ചെയ്ത് വരുവാണ്. ഫംഗ്ഷൻ വർക്ക് ചെയ്ത് വരുമ്പോഴത്തേന് ദാണ്ട ഫംഗ്ഷൻ വീണ്ടും കോൾ ചെയ്തേക്കും, വീണ്ടും ഇങ്ങോട്ട് പോകും. പിന്നെ അത് ചെയ്ത് വരുമ്പോൾ വീണ്ടും ഫംഗ്ഷൻ കോൾ ചെയ്തേക്കും, വീണ്ടും ഇങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? പിന്നെ അത് ചെയ്ത് വരുമ്പോൾ വീണ്ടും. അപ്പോൾ എന്താണ് പറയുന്നത്? ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? റിക്കർഷൻ എന്ന് പറയുന്നത്. വെൻ എ ഫംഗ്ഷൻ കോൾസ് ദ ഫംഗ്ഷൻ ഇറ്റ്സെൽഫ്. ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നതിനാണ് എന്ത് പറയാ? റിക്കർഷൻ എന്ന് പറയാ. ഞാൻ പറഞ്ഞല്ലോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണേ നമ്മളൊരു ഈഫ് കണ്ടീഷൻ, ഒരു ഈഫ് എൽസ് ഒക്കെ വെച്ചിട്ട്, ഒരു ഈഫ് കണ്ടീഷൻ വെച്ചിട്ട്, അതായത് ഫംഗ്ഷൻ ഞാൻ തുടങ്ങി വർക്ക് ചെയ്ത് വന്നപ്പോൾ അതേ ഫംഗ്ഷൻ വിളിച്ചു, അങ്ങോട്ട് പോയി, പിന്നെയും വന്നു, അതേ ഫംഗ്ഷൻ വിളിച്ചു, ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കില്ല. ഇനി ഒന്ന് സ്റ്റോപ്പ് ചെയ്യണ്ടേ? ഈ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഒരു ഈഫ് കണ്ടീഷൻ ഉപയോഗിച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഫംഗ്ഷനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നോക്കിക്കേ, പ്രിന്റ് എം സിഗ്മ 5 ടൈംസ്. ഇത് കാണുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ എന്താണ്, നമ്മൾ ആദ്യമേ ഫംഗ്ഷനെ പറയണമല്ലോ, ഫംഗ്ഷൻ ആദ്യമേ ഡിക്ലെയർ ചെയ്യണം. ഞാൻ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് പറഞ്ഞത്? റിട്ടേൺ വാല്യൂ ഒന്നും ഇല്ല, പക്ഷെ എന്തുണ്ട്? ഒരു വാല്യൂ നമുക്കിപ്പോൾ ആർഗ്യുമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ഇത് ചെയ്തു. ഇനി നമ്മൾ എന്താണ് പറയുന്നത്? ഇൻറ്റു മെയിന് നമ്മുടെ സാധനം എടുക്കണം. ഇനി എന്ത് ചെയ്യണം? ആ ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യണം. പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്ത് 5 തവണ ആണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ആർഗ്യുമെന്റ് ഞാൻ പാസ് ചെയ്യുവാണ്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്? വോയിഡ് പ്രിന്റ്, ഇതൊക്കെ അറിയാമല്ലോ. വോയിഡ് പ്രിന്റ് അതെടുക്കണം. ഇൻറ്റ് 5 എന്നുള്ളതിനെ ഒരു ഇൻറ്റ് കൗണ്ട് എന്ന് ഞാൻ എടുത്ത്, അപ്പോൾ എന്ത് വന്ന്? 5 എന്നുള്ളത് ഈ കൗണ്ടിൽ വന്ന്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് കേട്ടോ? നോക്കിയാൽ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ സിമ്പിളാണ്. നമ്മൾ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ആദ്യമേ ഡിക്ലെയർ ചെയ്ത്, ഞാൻ അതിനെ കോൾ ചെയ്തു, അതിനെ ഡിഫൈൻ ചെയ്തു. ഇനി ഈ ഫംഗ്ഷനകത്ത് എന്താ ചെയ്യുന്നതെന്ന് നോക്കണം. ഞാൻ പറയുകയാണ് പ്രിന്റ് ഓഫ് എം സിഗ്മ എന്ന് പ്രിന്റ് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, എം സിഗ്മ എന്ന് പ്രിന്റ് ചെയ്യാൻ പറയുകയാണ്. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ആ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുവാണ്. എന്താണ്? പ്രിന്റ്. ഞാനൊരു കാര്യം പറയാണ്, ഇപ്പം എത്രയാണ് വന്നത്? ഞാൻ ആർഗ്യുമെന്റ് പാസ് ചെയ്ത 5 ആണ്. കൗണ്ടിനകത്ത് 5 ആണുള്ളത്. ഇനി ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാസ് ചെയ്യാൻ പോകുന്ന ആ കൗണ്ട് -1 ആണ്. ഞാൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. നോക്കിക്കേ, ആദ്യമേ അപ്പോൾ എന്ത് വരും? ആദ്യമേ 5 ആണ്, കൗണ്ടിനകത്ത് 5 വന്ന്. എന്നിട്ട് എന്ത് ചെയ്യും? പ്രിന്റ് എന്ന് പറയുന്നത് 4 എടുക്കാൻ പറയും. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്ത? എന്താണ്?
സോറി പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് എടുത്തത്. അപ്പോൾ എന്താണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. അപ്പോൾ കൗണ്ട് 5 വന്ന് കൗണ്ടിനകത്ത് ഇപ്പോൾ 5 ആണുള്ളത്. പ്രിന്റ് എം സിഗ്മ ഒരു പ്രാവശ്യം എം സിഗ്മ എന്ന് പ്രിന്റ് ചെയ്ത് മനസ്സിലായില്ലേ. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ദാ ഫംഗ്ഷനെ വീണ്ടും വിളിച്ച്. അപ്പം ഒരു കാര്യം ചെയ്ത് കൗണ്ട് -1 അപ്പോൾ ഇത് 4 ആയി. അപ്പോൾ എങ്ങോട്ട് പോകും, വീണ്ടും ഇങ്ങോട്ട് വരും. വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ എം സിഗ്മ പ്രിന്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എന്താണ്, രണ്ടാമത്തെ തവണ എം സിഗ്മ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ്, താഴോട്ട് വരും. താഴോട്ട് വരുമ്പോൾ ഏതാണ്, കൗണ്ട് -1. അപ്പോൾ എന്താണ്, പ്രിന്റ് 3. അതായത് വീണ്ടും ആ ഫംഗ്ഷനെ വിളിച്ച് ആ ഫംഗ്ഷൻ നേരെ ഇങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ, നേരെ ഇങ്ങോട്ട് പോകും. എന്നിട്ട് എന്ത്, എം സിഗ്മ. അങ്ങനെ കൗണ്ട് മൈനസായി എം സിഗ്മ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും ഇതിനൊരു എന്താണ് സ്റ്റോപ്പ് വേണ്ടേ. സ്റ്റോപ്പ് വേണതിന് പകരം നമുക്ക് ഇവിടെ ഒരു സാധനം എഴുതി ചേർക്കാം. എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയാണ്, ഇഫ് എൻ്റെ ഈ കൗണ്ടെന്ന് പറയുന്നത് ഞാൻ പറയില്ല ഓരോ തവണ ആദ്യമേ 5 വന്ന് ആദ്യമേ ഇവിടെ എന്താണ് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന സാധനമാണ് പാസ് ചെയ്തത്. അപ്പോൾ എന്താണ്, കൗണ്ടെന്ന് പറയുന്നത് 5 ആണ്. എം സിഗ്മ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞ് അടുത്ത എന്തായി, 4 ആയത്. കൗണ്ട് -1 4 ആയി. വീണ്ടും ഫംഗ്ഷനെ വിളിച്ച് എം സിഗ്മ പ്രിന്റ് ചെയ്തു. ഓക്കെ അല്ലേ. അടുത്ത എന്താണ് പറഞ്ഞത്, അടുത്ത എന്താണ്, കൗണ്ട് 3 ആയി. 3 ആയിട്ട് വന്നപ്പോൾ തന്നെ എന്താ പറഞ്ഞത്, ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് ഇങ്ങോട്ട് പോയിട്ട് എം സിഗ്മ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. എം സിഗ്മ പ്രിന്റ് ചെയ്ത്. അടുത്ത എന്താണ്, 2 ആയി. ഇങ്ങോട്ട് വന്ന് എം സിഗ്മ പ്രിന്റ് ചെയ്ത് 1 ആയി. 0 ആകുമ്പോഴത്തേനും നമുക്ക് നിൽക്കണമല്ലോ. അപ്പോൾ കൗണ്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് റിട്ടേൺ ചെയ്തോളും. മനസ്സിലായോ. എവിടാണോ വിളിച്ചത്, ഈ ഫംഗ്ഷനെ വിളിച്ചത് എവിടാ, ഈ ഫംഗ്ഷനെ വിളിച്ചിടത്തോട്ട് റിട്ടേൺ ആയിക്കോളൂ. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞോളും. ക്ലിയർ അല്ലേ. ഇതൊന്നും നമുക്ക് കോഡിൽ എഴുതി നോക്കാം. വളരെ സിമ്പിളാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, വോയിഡ് ഏതാണ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, ആ ഫംഗ്ഷൻ്റെ നമ്മൾ പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ എന്ത് പറയാം, പ്രിന്റ് എന്ന് ഇട്ടേക്കാം ഫംഗ്ഷൻ്റെ പേര് ഇൻറ്റ്. ഓക്കെ, ഒരു ഇൻറ്റിജർ വാല്യൂ പാസ് ചെയ്യാണ്ടെന്ന് പറയുക. ഫംഗ്ഷനെ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനി ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യാണ്. ഒരു ആർഗ്യുമെൻ്റ് വെച്ചിട്ടാണ് ഞാൻ കോൾ ചെയ്യുന്നത്. അപ്പം തന്നെ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്യണം, ഡെഫിനേഷൻ കൊടുക്കണം. ഡെഫിനേഷൻ എന്താ, പ്രിന്റ് എനിക്ക് എന്താണ് വേണ്ടത്, ഇൻറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാൻ വിളിക്കുക. ഈ പറയുന്ന എന്നും ഇവിടെ ഒരു എന്ന് കൊടുത്തിട്ട് ഇവിടെ എന്നാണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. മനസ്സിലായില്ലേ. എന്നിട്ട് ആ ഫംഗ്ഷൻ പറയുകയാണ്. ഞാൻ എന്താണ് ആ ഫംഗ്ഷനിൽ ചെയ്യേണ്ട കാര്യം പറയുകയാണ്, പ്രിന്റ് എഫ്. എന്താണ് ചെയ്യേണ്ട കാര്യം എം സിഗ്മ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുക. നോക്കിക്കേ. എന്നിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, പ്രോഗ്രാം കണ്ണായി വരുക. ഞാനൊരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തു. ആ ഫംഗ്ഷൻ വിളിച്ചു. ആ ഫംഗ്ഷൻ വിളിച്ചപ്പോൾ അത് നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് പറഞ്ഞു, എം സിഗ്മ എന്ന് പ്രിന്റ് ചെയ്യാൻ. ഒരു തവണ എം സിഗ്മ എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ആ ഫംഗ്ഷനെ വിളിക്കുവാണ്. ഈ പ്രിന്റ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രിന്റ് എഫ് ആയിട്ട് ആകണ്ട, ഡിസ്പ്ലേ എന്നാണ്. ആ ഡിസ്പ്ലേ ചെയ്യുക എന്നല്ലേ. 4 പ്രാവശ്യം ഡിസ്പ്ലേ എന്ന് വിളിക്കുക, ഡിസ്പ് എന്ന് വിളിക്കാം. മനസ്സിലല്ലേ. ഫംഗ്ഷൻ്റെ പേര് ഡിസ്പ് എന്നാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് പ്രിന്റ് എഫ് ആയിട്ടൊരു കൺഫ്യൂഷൻ വരണ്ട ഇതെന്താണെന്ന്. ഞാൻ ഫംഗ്ഷനെ വിളിക്കാം, ഫംഗ്ഷൻ്റെ പേര് ഡിസ്പ് എന്നാണ്. ഓക്കെ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡിസ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ഡിസ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. ഡിസ്പ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പം കോൾ ചെയ്തപ്പോൾ നേരെ 5 ആർഗ്യുമെൻറ്റും ഉണ്ട്. ഇങ്ങോട്ട് വന്ന് പറയുന്നത് എന്താ, എം സിഗ്മ എന്ന് പ്രിന്റ് ചെയ്യാൻ. എം സിഗ്മ എന്ന് ഒരു തവണ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഞാൻ ആ ഫംഗ്ഷനെ വിളിക്കുവാണ്. ഫംഗ്ഷനെ വിളിക്കുന്ന വിത്ത് ആൻ ആർഗ്യുമെൻ്റ് എന്താണ്, ഇപ്പോൾ 5 ആണ് ഈ കൗണ്ടിലുള്ളത്. അതെന്താണ്, 4 ആകണം. 4 ആകണമെന്ന് പറയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി, കൗണ്ട് -1 വിട്ടാൽ മതി. അപ്പം വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം ഇവൻ എങ്ങോട്ട് പോകും, ഇവൻ നേരെ ഫംഗ്ഷൻ്റെ അടുത്തോട്ട് പോകും. അന്നേരം എം സിഗ്മ എന്ന് പ്രിന്റ് ചെയ്യാൻ പറയും. ഇവിടെ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ മനസ്സിലായില്ലേ. അടുത്തെന്താണ്, ഇവനെ വീണ്ടും കോൾ ചെയ്യും. ഇവിടെ വരും, എം സിഗ്മ പ്രിന്റ് ചെയ്യും. വീണ്ടും കോൾ ചെയ്യും, ഇവിടെ വരും, എം സിഗ്മ പ്രിന്റ് ചെയ്യും. ഇതങ്ങ് നിർത്താതെ പൊക്കോണ്ടിരിക്കും. മനസ്സിലായില്ലേ. അങ്ങനെ നിർത്താതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കണ്ടീഷനിൽ പറയാം. അതിനാണ് ഞാൻ ഈ കൗണ്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ കൗണ്ട് എന്ന് പറയുന്ന സാധനം കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലായി. അത് എപ്പോൾ 0 ആകുന്നോ മനസ്സിലായില്ലേ, ഞാനങ്ങ് പറയുവാണ്, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അടിക്കുവാണ്. പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കി. ഏതാണ്, റിട്ടേണിൻ്റെ സ്പെല്ലിംഗ് ഒന്നും തെറ്റിയിട്ടുണ്ട്. റിട്ടേൺ റൺ. കണ്ടില്ലേ. ഇനി എന്താണ് ചെയ്യേണ്ടത്, സത്യത്തിൽ താഴെ കാണാൻ വേണ്ടി നമുക്കൊരു /n കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് റൺ ചെയ്യാം. അപ്പോൾ എന്ത് വരും, കണ്ടില്ലേ എത്ര തവണ എം സിഗ്മ എന്ന് വരുന്നു. ഓക്കെ, ഔട്ട്പുട്ട് വന്നാണ്ടോ. ശരിക്കും നോക്കിയേ, എം സിഗ്മ എന്ന് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ 5 തവണ വന്ന്.
ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നമുക്ക് എന്ത് വെച്ചും ചെയ്യാം, ഫോർ ലൂപ്പ് വെച്ചിട്ടും ചെയ്യാം. അപ്പൊ ഫോർ ലൂപ്പ് ചെയ്യാൻ പറ്റുന്ന റിക്കർഷൻ വെച്ച് ചെയ്യാം, റിക്കർഷൻ ഉപയോഗിക്കുന്നത് ഫോർ ലൂപ്പ് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ നോർമലി ഒരു കാര്യം മനസ്സിലാക്കണം, ഏതാണോ നമുക്ക് ഈസി ആയിട്ട് വരുന്നത് അത് വെച്ച് ചെയ്യുക എന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇതാണ് റിക്കർഷൻ എന്നുള്ള കൺസെപ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുവാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണ്, ഒരു ഫംഗ്ഷൻ ഇനി പറയുവാണ്, ഒരു സാധനം പ്രിന്റ് ചെയ്യാൻ പറയുവാണ്. എന്നിട്ട് ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുമ്പോൾ എന്താ പറ്റുന്ന, ഫംഗ്ഷൻ അങ്ങോട്ട് പോകാം പ്രിന്റ് ചെയ്യും, ഫംഗ്ഷൻ അങ്ങോട്ട് പോകാം പ്രിന്റ് ചെയ്യും, ഫംഗ്ഷൻ അങ്ങോട്ട് പോകാം പ്രിന്റ് ചെയ്യും, കുറേ പ്രാവശ്യം പ്രിന്റ് ചെയ്യും. ഒരു ഇഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ക്ലിയർ അല്ലേ? അടുത്താണ് ഇതിനകത്ത് റിക്കർഷനകത്ത് നിങ്ങൾ ഈ പ്രോബ്ലം പഠിച്ചു കഴിയുമ്പോൾ ഇപ്പോഴാണ് റിക്കർഷൻ എന്താണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഫാക്ടോറിയൽ അല്ലെങ്കിൽ നമുക്ക് പറയാം സം ഓഫ് n നമ്പേഴ്സ്. മനസ്സിലായില്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ ഫാക്ടോറിയൽ മറ്റേ ഫോർ ലൂപ്പ് വെച്ച് ചെയ്യുന്നത്? നമ്മളെങ്ങനെയാണ്, ഫോർ i = 1 എടുക്കും, i ≤ 5 എടുക്കും, i++ എടുക്കും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫാക്ടോറിയൽ കാണാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, ഫാക്ടോറിയൽ = ഫാക്ട് ഇൻറ്റു n എന്നെടുക്കും. സം ആണെങ്കിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്, സം = സം പ്ലസ് i എന്നെടുക്കും. മനസ്സിലായില്ലേ? എന്നല്ല i. ഡൗട്ടൊന്നുമില്ലല്ലോ? ഇത് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫാക്ടോറിയൽ കിട്ടുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ? ഇത് നമ്മൾ പഠിച്ചതാണ്. കാരണം എന്താ, ആദ്യമേ 1 വരും, 1 × 1. അടുത്ത ശരിക്കും വെച്ചാൽ 2 വരുമ്പോൾ 2 × 1. അടുത്ത 3 വരുമ്പം 3 × പഴയ 2. അടുത്ത 4 വരുമ്പോൾ 4 × പഴയ 6. മനസ്സിലായില്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിന് പകരം ശരിക്കും ഇത്രയും ഫോർ ലൂപ്പ് വയ്ക്കുന്നതിന് പകരം ഫാക്ടോറിയൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. f(5) എഴുതുന്നു. ഓക്കെ, ഇനി ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് n ≤ 1 ആണെങ്കിൽ ഒരു റിട്ടേൺ 1 എഴുതുന്നു. എന്നിട്ട് ഞാൻ എഴുതുവാണ് റിട്ടേൺ n × f(n-1). നോക്കിക്കേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിക്കർഷൻ ഉപയോഗിച്ചിട്ട് ഫാക്ടോറിയൽ കാണാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ സമ്മും ഫാക്ടോറിയലൊക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഒന്നും എഴുതാതെ വെറും ഇത്രയും കാര്യത്തിൽ റിക്കർഷൻ കഴിയും. ശരിക്കും റിക്കർഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇവിടുന്നാണ് പഠിക്കുന്നത്. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ലോജിക്ക് പറഞ്ഞു തരാം. ആ ലോജിക്കിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരാം. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞത്, 5 വരെ നമ്പറിൻ്റെ സം കണ്ടുപിടിക്കാം. 1 + 2 + 3 + 4 + 5. 4 വരെ കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ, 1 + 2 + 3 + 4. 3 വരെ കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ, 1 + 2 + 3. 2 വരെ കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ, 1 + 2. 1 വരെ കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ, 1. ഇനി ഒന്ന് നോക്കിയേ, 5 വരെയുള്ള സം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സാധനത്തിനെ ഞാൻ സം ഓഫ് 4 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അതായത് 4 വരെയുള്ള ടേമിൻ്റെ സമ്മ് +5 എന്ന് ഇതിനെ വിളിക്കാം. ഇതിനെ എങ്ങനെ വിളിക്കാം, 3 വരെയുള്ളതിൻ്റെ സമ്മ് +4 എന്ന് വിളിക്കാം. 3 വരെ, ഈ 3ൻ്റെ എന്താണ് പറയുന്നത്, 2 വരെയുള്ളതിൻ്റെ സമ്മ് +3 എന്ന് വിളിക്കാം. ഇതെന്താണ്, 1 വരെയുള്ളതിൻ്റെ സമ്മ് +2 എന്ന് വിളിക്കാം. ഉദ്ദേശം മനസ്സിലായോ? ഇതാണ് റിക്കർഷൻ്റെ ലോജിക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. റിക്കർഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ പറയാം. ഒരു കാര്യമുണ്ട്, ആ ലോജിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, റിക്കർഷൻ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എല്ലാവരും ഉണ്ടല്ലോ ഈ സാധനം എഴുതിയിട്ട് പറയും ഇങ്ങനെ അങ്ങ് എഴുതിക്കോ റിക്കർഷൻ കിട്ടുമെന്ന്. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. ഒരു തവണ നിങ്ങളത് മനസ്സിലാക്കണം. പക്ഷേ എക്സാമിന് അതൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല. ഈ ഒറ്റ ഐഡിയ ഞാൻ നിങ്ങളോട് ക്ലാസ് തുടങ്ങാൻ നേരത്ത് പറഞ്ഞില്ലേ, എന്താണ് പറഞ്ഞത്, n × f(n-1) അല്ലെങ്കിൽ n + സം ഓഫ് n-1 ഓർത്തിരിക്കാന്ന്. അത് ഓർത്തിരിക്കാനുള്ളൊരു കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്. 5 വരെയുള്ള ടേമിൻ്റെ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 4 വരെയുള്ള ടേം +5. ഇനി എന്താണ് പറയുന്നത്, 4 വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 3. മനസ്സിലായില്ലേ, 3 വരെയുള്ള സമ്മ്. ഒറ്റ കാര്യം ഒന്ന് നോക്കേ. അപ്പോൾ 6 ആണെങ്കിൽ എന്താ, 1 + 2 + 3 + 4 + 5 + 6 ആണ്. ഈ 6നെ ഒന്ന് എടുത്ത് 6+ ബാക്കി എന്താണ്, സം ഓഫ് 5 ആണ്. അങ്ങനെയാണ് n ആണ് ടേമെങ്കിൽ നമ്മൾ എന്താണ്, n + സം ഓഫ് n-1. ആ സാധനം പഠിച്ചു കഴിഞ്ഞ് റിക്കർഷനിൽ ഒരു ലൈനിൽ ഇതിട്ട് കഴിയുമ്പോൾ ആൻസർ കിട്ടിക്കോളൂ. അതൊക്കെ നമുക്ക് വലിയ പഠിക്കാം. ഓക്കെ, ഈ ലോജിക്ക് മനസ്സിലായത്. ഇനി ഫാക്ടോറിയലാണ് എന്താ, 5 എന്ന് വെച്ചാൽ 5
എന്താണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, ഇങ്ങനെ എഴുതാം 1 × 2 × 3 × 4 × 5 എന്ന് എഴുതാം. ഡൗട്ടൊന്നും ഇല്ലല്ലോ. 4 ആണ് എന്താണ് നമുക്ക് തിരിച്ചെഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മുടെ ലോജിക്ക് എല്ലാം സെയിം ആകാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. 5 ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 5 ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 × 4 × 3 × 2 × 1. 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 4 × 3 × 2 × 1. ഇതിനെ ഞാൻ എടുക്കുവാണ് ഈ 5 × ഇത്രേ സാധനത്തിനെ ഞാൻ എന്താണ് പറയുന്നത് ഫാക്ടോറിയൽ ഓഫ് 4 എന്ന് എടുക്കുവാണ്. ശരിയല്ലേ? 4 വരെയുള്ള എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കിയാൽ ഞാൻ 4 എടുക്കുവാണ്. 4 × ഇത്ര സാധനം എന്താണ് 3 വരെയുള്ള എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 6 × 5 × 4 × 3 × 2 × 1. 6ന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 6 × 5 വരെയുള്ളതിൻ്റെ ഫാക്ടോറിയൽ. ഡൗട്ടൊന്നുമില്ലോ. അങ്ങനെയാണ് എന്നിൻ്റെ ഫാക്ടോറിയൽ എന്താ n × f ഓഫ് ഫാക്ടോറിയൽ അപ് ടു n - 1. മനസ്സിലായില്ലേ? 5ന്റെ ഫാക്ടോറിയലാണ് 5 × 4 വരെയുള്ള ഫാക്ടോറിയൽ, അതായത് 4 × 3 × 2 × 1. ഇതാണ് ഇതിനകത്ത് ലോജിക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിക്കർഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. റിക്കർഷനിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. റിക്കർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് ആൻസർ കിട്ടുമെന്ന് പറഞ്ഞ്. ഓക്കെ, ഈ റിക്കർഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ പഠിക്കാം. ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. ഈ റിക്കർഷൻ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേരാണ് അതിൻ്റെ നല്ല എക്സ്പ്ലനേഷൻ ആയിട്ട് തരുന്നവർ. നിങ്ങളുടെ കോളേജിലൊക്കെ വളരെ കുറവാണ് ഇത് പറഞ്ഞു തരാനായിട്ട്. ഈ ഒരു കാര്യം കേട്ടോണം. ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ 5ന്റെ ഒരു ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ എന്ത് എടുത്ത് f ഓഫ് 5 എടുത്തു. n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണെന്ന് ഇരിക്കട്ടെ, 5 ആണെന്ന് ഇരിക്കട്ടെ. n ലെസ് ദാൻ 1 അല്ല, 1 ആണല്ലോ, ലെസ് ദാൻ 1 അല്ലല്ലോ. അതുകൊണ്ട് എന്താണ് ഇത് വരികയില്ല, ഇവിടെ വരും. മനസ്സിലായില്ലേ? 5 എടുത്തോണ്ട് ഇവിടെ വരും. ഇവിടെ വരുമ്പോഴത്തേന് n എത്ര 5 × f ഓഫ് എന്ത് വരും n - 1 4 1. മനസ്സിലായില്ലേ? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഞാനൊരു റിട്ടേൺ എഴുതിയിട്ടുണ്ട്. ഈ വർക്ക് മൊത്തം കഴിഞ്ഞാലേ ഈ റിട്ടേൺ വർക്ക് ചെയ്യത്തുള്ളൂ. ഈ റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫംഗ്ഷൻ കോൾ ചെയ്ത് എവിടെ വേണോ അവിടെ പൊക്കോളും. അതായത് ഫൈനൽ ആൻസർ നോക്കാൽ മതി. ദിസ് റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറാണ്. അതായത് ഞാൻ പറയുന്നത് എന്താ, ഈ ഫംഗ്ഷൻ മൊത്തം ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ റിട്ടേൺ വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി ഒരു കാര്യം ഓർത്തോണം, ഞാനപ്പോൾ 5 കൊണ്ട് വന്നപ്പോൾ എനിക്ക് എന്ത് കിട്ടി? n 5 ആയി. 5 × f ഓഫ് 4 എന്ന് കിട്ടി. നോക്കിക്കേ, f ഓഫ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തേക്കുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഈ മൾട്ടിപ്ലിക്കേഷൻ പോലും നടക്കുകയില്ല. f ഓഫ് 4 കോൾ ചെയ്യുമ്പോഴത്തേന് എവിടെ പോവും? ഇങ്ങോട്ട് പോവും. f ഓഫ് 4 എന്ന് പറയുന്നത്. എന്നിട്ട് എവിടെ വരും? നേരെ ഈ സാധനം ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ അടുത്ത എന്താണ്? ഇപ്പൊ n എത്രയാണ്? 4 ആണ്. 4 × എന്ത് വരും? f ഓഫ് 3 വരും. ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടേൺ അപ്പോഴും വർക്ക് ചെയ്യില്ല. ഈ റിട്ടേൺ വർക്ക് ചെയ്യണേ ഇത് കംപ്ലീറ്റ് വർക്ക് ആകണം. ഈ മൾട്ടിപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് മൊത്തം വർക്ക് ആകണം. f ഓഫ് 3 വിളിച്ച് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ f ഓഫ് 3 വിളിക്കുമ്പോഴത്തേന് ഞാൻ എങ്ങോട്ട് പോയി? f ഓഫ് 3 വിളിക്കുമ്പോഴത്തേന് അടുത്തൊരു കളർ എഴുതാം. f ഓഫ് 3 ഞാൻ വിളിച്ചു. ഡൗട്ടൊന്നുമില്ലല്ലോ. f ഓഫ് 3 വിളിച്ചപ്പോഴത്തേന് ഇവിടെ എത്തി. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്താണ്? 3 × f ഓഫ് 2 എന്ന് വെച്ചു. അപ്പോൾ വീണ്ടും എന്താണ് f ഓഫ് 2 വിളിച്ചേക്കുന്നത്. അപ്പോൾ എങ്ങോട്ട് പോവും? f ഓഫ് 2 പോവും. f ഓഫ് 2 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനസ്സിലല്ലേ, f ഓഫ് 2 പോയി കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ n × f ഓഫ് n - 1. അപ്പോൾ 2 × എന്ത് വരും? f ഓഫ് 1 വരും. അപ്പോൾ എന്ത് വിളിക്കും? f ഓഫ് 1 വിളിക്കും. മനസ്സിലായില്ലേ? f ഓഫ് 1 നമുക്ക് വേറൊരു കളറിൽ വിളിക്കാം. f ഓഫ് 1 വിളിച്ചപ്പോഴത്തേന് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ കണ്ടീഷൻ കറക്റ്റായി. റിട്ടേൺ 1 ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്. ഇവിടെ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ 1 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റിട്ടേൺ ഈ n 1 ആണ്. ഇവിടെ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞത്. എങ്ങോട്ട് റിട്ടേൺ ചെയ്യും? എപ്പോഴാണോ ഏത് ഫംഗ്ഷൻ വിളിച്ചപ്പോഴാണോ റിട്ടേൺ വന്നത് അവിടേക്ക് പോവാന്നാണ്. ഇവിടെ n = 1 വന്നത് എവിടെ? റിട്ടേൺ 1 ആണ്. അതായത് ഈ 1 എപ്പോഴാണ് വന്നത്? f ഓഫ് 2 വിളിച്ചപ്പോഴത്തേന്. അത് അല്ല, f ഓഫ് 1
f(1) വിളിച്ചപ്പോഴത്തേനാണ് എവിടെ വന്നത്, ഈ റിട്ടേൺ 1 എന്ന് പറയുന്ന സാധനം. മനസ്സിലായില്ലേ? അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. എപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു? ഏത് ഫംഗ്ഷനാണോ, ഏത് ഫംഗ്ഷൻ വിളിച്ചപ്പോഴാണോ ഇത് സാറ്റിസ്ഫൈഡ് ആയത് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം നേരെ f(1) എന്ന് പറയുന്നത് ഇവിടെ പോയി, ഇവിടെ 1ലേക്ക് വന്ന്. അപ്പം എന്താണ് 2 × 1. ഓക്കെ അല്ലേ? ഇനി ഞാനൊരു കാര്യം ഓർത്തോണം, ഇവിടെ ശരിക്കും എന്ത് കിട്ടി? 2 × 1 എന്ന് പറഞ്ഞ് കിട്ടി. ഞാൻ ആദ്യമേ എപ്പോഴും നിങ്ങളോട് പറഞ്ഞൊരു ഡയലോഗ് ഓർക്കണം, ഇതാണ് എൻ്റെ ഫംഗ്ഷൻ. ഈ റിട്ടേൺ വർക്ക് ചെയ്യണ ഈ കംപ്ലീറ്റ് വർക്ക് നടക്കണം. ഈ വർക്ക് നടക്കണേല്, അതായത് n × എന്ന് പറയുന്ന ഈ വർക്ക് നടക്കണമെങ്കിൽ എൻ്റെ ഈ ഫംഗ്ഷൻ ഫിനിഷ് ആകണം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കേസ് വന്ന് ഈ ഫംഗ്ഷൻ ഫിനിഷായി, അതുകൊണ്ട് ഇത് നടക്കും. ഇത് നടന്നു കഴിഞ്ഞാൽ ഇതെങ്ങോട്ട് പോകുന്നത്, ഇത് എവിടാ പോകേണ്ടെന്നറിയാവോ? ഈ ഫംഗ്ഷൻ എപ്പോഴാണ് വന്നത്, എപ്പോഴാണ് ഇത് നമ്മളെ വിളിക്കുന്നിടത്തോട്ടേ തിരിച്ചു പോകത്തുള്ളൂ. ഇതുണ്ടാകാൻ കാരണം എന്താ? ഇത് വിളിച്ചുകൊണ്ടാ. അതുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യമേ വെള്ള വഴി വന്ന്, ചുവപ്പ് വഴി വന്ന്, പിങ്ക് വഴി വന്ന്, ഗ്രീൻ വഴി വന്ന്. ഇനി തിരിച്ചു പോകുമ്പം അതേ റിവേഴ്സ് ഓർഡറിൽ പോകും. റിട്ടേൺ വാല്യൂ എങ്ങനെയാ പോകുന്നത്? ആദ്യമേ ലാസ്റ്റ് വന്ന് റിട്ടേൺ വാല്യൂ പോകും. എന്നിട്ട് ഈ f(1) എപ്പോഴാണ് വിളിച്ചത്? f(1) എന്ന് പറയുന്ന സാധനം f(2) വിളിച്ചപ്പോൾ ഉണ്ടായതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എങ്ങോട്ടാണ് പോകുന്നത്? f(2)ൽ. ഇപ്പം എനിക്ക് f(2) കിട്ടി 2 × 1 എന്ന്. അപ്പോൾ f(2) എന്ത് കിട്ടി? 2 × 1 എന്ന് കിട്ടി. നോക്കിക്കേ, തിരിച്ച് 2 × 1 എന്ന് കിട്ടി. അപ്പം മൊത്തം ഇതെത്രയായി? 3 × 2 × 1. ഇത് എവിടുന്നാണ് വിളിച്ചത്? കണ്ടില്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. അതായത് ഈ റെഡ് ലൈൻ ഉണ്ടല്ലോ, ഈ റെഡ് ഫംഗ്ഷൻ കോൾ ചെയ്തതിലാണ് എനിക്ക് റെഡ് എഴുത്ത് വന്നത്. അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വിളിച്ച ഫംഗ്ഷൻ ഇതാണ്, ആ ഫംഗ്ഷനിലോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ എനിക്ക് 3 × 2 × 1 എന്നായി. അത് നേരെ എന്തായി? ഇങ്ങോട്ട് പോകും. അപ്പോൾ f(3) എന്ന് പറയുന്ന വാല്യൂ 3 × 2 × 1 ആണ്. അത് ഇൻറ്റു എന്തായി? 4 × 3 × 2 × 1 ആയി. അത് നേരെ ഇങ്ങോട്ട് 4 × 3 × 2 × 1 എന്നായി. അതായത് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം എഴുതിയാൽ, അതായത് മനസ്സിലായില്ലേ, നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം എഴുതിയാൽ മതി. നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു റിട്ടേൺ അടിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് എന്താണ് കണ്ടത്? എനിക്ക് ഫാക്ടോറിയലാണ് കണ്ടത്. f = n × f(n−1) ചെയ്താൽ നിങ്ങൾ ഇനി അങ്ങ് ഇതിന് ലോജിക്ക് ഇപ്പം മനസ്സിലായില്ലേ എന്നിങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? അതൊന്നുകൂടി ക്ലാസ് റിപ്പീറ്റ് ചെയ്താൽ മതി. ഞാനത് സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ എക്സാമിൻ്റെ അടുത്തൊക്കെ പഠിക്കുമ്പോഴത്തേന് അത്രയും നോക്കണ്ട. ലോജിക്ക് ഇപ്പം മനസ്സിലായല്ലോ. ഇനി നിങ്ങളിതാ ഇത്രയും ഓർത്താൽ മതി. f(5) വിളിച്ച് എന്നിട്ട് ഈ ഒരു സാധനം എഴുതി. ഇതെടുത്താ ഓർത്തോണം ഏതാണ്? ഇതെടുത്താ ഓർത്തോണം n5 ആണെങ്കിൽ 5 × 4 × 3 × 2 × ഇത് ഓട്ടോമാറ്റിക് ചെയ്തോളൂ എന്ന്. കാരണം എന്താ? എ ഫംഗ്ഷൻ കോൾഡ് ഫംഗ്ഷൻ ഇറ്റ് സെൽഫ്. അവൻ ആദ്യമേ f(5) കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേന് f(4) വേണമെന്ന് പറയുന്നത്, f(4) വേണമെന്ന് പറയുമ്പോൾ f(3) വേണമെന്ന് പറയുന്നത്, f(3) വേണമെന്ന് പറയുമ്പോൾ f(2) വേണമെന്ന് പറയുന്നത്, f(2) വേണമെന്ന് പറയുമ്പോൾ f(1) വേണമെന്ന് പറയുന്നത്. അപ്പോൾ അവസാനം f(1) കിട്ടും. അപ്പോൾ ചോദിച്ചവന്മാരെ ഞാൻ പറഞ്ഞില്ലേ, ഒരുത്തൻ എന്നോട് പറയാണ് 5 താടാ. അപ്പം ഞാൻ അതിനെ എന്ത് ചെയ്യും? 5 × 4 താടാന്ന് പറയും. അപ്പോൾ 4 ഫംഗ്ഷനെ ഞാൻ വിളിക്കും f(4). അന്നേരം അവൻ പറയും 3 താടാന്ന്. 3 വിളിക്കുമ്പോൾ അവൻ പറയും f(2) താടാന്ന്. അവസാനം പറയും f(1) താടാന്ന്. അങ്ങനെ റിക്കർഷൻ വന്നിട്ട് തിരിച്ചവൻ എന്ത് പോവും? 1 കിട്ടുന്ന 2ലേക്ക് കൊടുക്കും. അപ്പോൾ 2 കിട്ടും. അത് 3ലേക്ക് കൊടുക്കുമ്പോൾ 3 കിട്ടും. അത് 4ലേക്ക് കൊടുക്കുമ്പോൾ 4 കിട്ടും. 4 ഞാൻ പറഞ്ഞില്ലേ, 5 കാണാൻ പറഞ്ഞപ്പം ഫംഗ്ഷൻ കോൾ ചെയ്ത് പോവാം, കൗണ്ട് കുറച്ച് പോവാം. 5 കാണാം, 5 കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേന് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് നീ ഒരു 4 ഇതാ. മനസ്സിലായോ? 5 കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 5 കണ്ടുപിടിക്കാൻ പറയുമ്പോൾ പറഞ്ഞാൽ നീ എനിക്ക് 4 തന്നാൽ ഞാൻ 5 × മൾട്ടിപ്ലൈ ചെയ്തോളാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു 5 കാണാൻ പറഞ്ഞൊരു ഫംഗ്ഷനെ, അതാണ് f(5). ഈ f(5) എന്ന് പറയുന്നത് 5 കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ്. ഇവനോട് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞാണ്, നീ എനിക്കൊരു 4 തന്നാൽ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചോളാം. അപ്പോൾ ഇവൻ പറയുന്നത് എന്താ?
ചുമ്മാ ഒന്ന് ഞാനും 4 ഫാക്ടോറിയൽ തരികയില്ല. എനിക്ക് നീ താഴെയുള്ളവനോട് പറയും നീ 3 ഫാക്ടോറിയൽ ഇതാ, അങ്ങനെയാണ് ഞാൻ 4 ഫാക്ടോറിയൽ തരാം. അപ്പം നമ്മൾ വിചാരിക്കും കഷ്ടം, ഇവൻ ചോദിച്ച പാടെ ഇവൻ കൊടുക്കുന്നു. ഇവനും കൊടുക്കുകയില്ല. ഇവൻ എന്ത് പറയുമെന്ന് അറിയാവോ? അതൊന്നും പറ്റൂല, എനിക്ക് ആരെങ്കിലും 2 ഫാക്ടോറിയൽ ഇതാ, എന്നാൽ ഞാൻ 3 ഫാക്ടോറിയൽ തരാമെന്ന്. എന്നാൽ ഇവൻ എന്ത് പറയും? ഇല്ല, എനിക്ക് 1 തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? 2 ഫാക്ടോറിയൽ തരാമെന്ന്. അപ്പോൾ f(1) അവസാനം തരും. ഇവൻ 1 വാല്യൂ തരും, ആ 1 ഇങ്ങോട്ട് പോവും. എന്നിട്ട് എങ്ങനെയാ റിട്ടേൺ ചെയ്യുന്നതിന്? ഏത് ഫംഗ്ഷൻ വിളിച്ചോ ആ ഫംഗ്ഷനിലേക്ക് പോകുന്നതാണ്. ഞാൻ അതാണ് പറഞ്ഞത്. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നിർത്തുവാണ്. കാരണം ഇതിനകത്ത് ഇത്രയും ലോജിക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എക്സാമിനേഷൻ എടുക്കുമ്പോഴത്തേന്. എന്നാലും സി പ്രോഗ്രാം ചുമ്മാ പഠിക്കരുത്. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇത് വെച്ചിട്ട് നല്ല പ്രോബ്ലംസ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്താണ് പറയുന്നത് നോക്കിയേ, ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് കാര്യമുണ്ട്. ഈ റിട്ടേൺ വർക്ക് ചെയ്യണം, ഇത് മൊത്തം വർക്ക് ചെയ്യണം. അതായത് ഈ മൾട്ടിപ്ലിക്കേഷൻ ഇത് മൊത്തം വർക്ക് ചെയ്യണമല്ല, ഈ അതാണ് ഇങ്ങനെ ഓർത്താൽ മതി. ഈ റിട്ടേൺ വർക്ക് ചെയ്യണം, ഇത് മൊത്തം വർക്ക് ചെയ്യണം. ഇത് മൊത്തം വർക്ക് ചെയ്യണം, ഈ മൾട്ടിപ്ലിക്കേഷൻ കഴിയണം. അപ്പോൾ എന്താണ്? n5 എടുത്തപ്പോൾ 5 × f(4) എന്നാണ്. ഒരിക്കലും ഈ മൾട്ടിപ്ലിക്കേഷൻ നടക്കുകയില്ല. കാരണം ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അവിടെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? 5 × f(4) ഈ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതിന് മുമ്പേ f(4) അങ്ങോട്ട് പോകും. അപ്പം തിരിച്ചു വരും. തിരിച്ചു വരുമ്പം 4 × f(3) ആണ്. കാരണം ഈ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നില്ല, ഇതും നടക്കുകയില്ല f(3) വിളിച്ച്. അപ്പോൾ എന്ത് ചെയ്യും? 3 × f(2) വരും, ഇതും നടക്കുകയില്ല f(2). അങ്ങനെ വന്ന് 1 വരുമ്പം നടക്കും. പിന്നെ എങ്ങനെ വിളിച്ചോ? ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ വെള്ളയിൽ പോയി, ചോപ്പിൽ പോയി, പിങ്കിൽ പോയി, ഗ്രീനിൽ പോയി. റിട്ടേൺ അടിക്കുമ്പോൾ ഗ്രീന് പിങ്ക് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വാല്യൂ വരും. അത്രയും ഓർത്താൽ മതി. അപ്പം നമ്മുടെ ഈ വാല്യൂ നിങ്ങൾ ഓർക്കാൻ. ഇനി റിക്കർഷൻകാർ എക്സാമിനേഷൻ്റെ തലേ നോക്കുന്ന ഒരു ഒറ്റ കാര്യം ഓർത്താൽ മതി. 5 ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 × 4 × 3 × 2 × 1 ആണ്. അപ്പോൾ ഇനി എങ്ങനെ എഴുതാം? 5 × ഇത്ര സാധനം എന്താ? f(4) 4ൻ്റെ ഫാക്ടോറിയലാണ്. ശരിയല്ലേ? അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? n × f(n−1) ആണെന്ന് ഓർത്താൽ മതി. ഈ ഒറ്റ കാര്യം ഓർത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ പ്രോഗ്രാം എഴുതാൻ നേരത്ത് എന്താണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നൊരു ഏതാണ് പറയുന്നത് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റ് മെയിനകത്ത് ഞാൻ ആ ഫാക്ടോറിയലിനെ വിളിക്കണം. 5 ഫാക്ടോറിയലാണ്, 5 ഫാക്ടോറിയലിനെ വിളിക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആ ഫാക്ടോറിയലിനെ ഡിഫൈൻ ചെയ്യണം. അതൊരു ഇൻറ്റ് എന്നിലേക്ക് എടുക്കുന്നു. n എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇൻറ്റ് എന്നിലേക്ക്, അപ്പം ഒരു കാര്യമാണ് എന്നിലേക്ക് എടുത്ത് എന്നിട്ട് നേരെ ആൻസർ കണ്ടോണം. അതായത് എൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n × f(n−1). ദാ ഇത്ര എഴുതി കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി ഈ റിട്ടേൺ എഫ് പോയി കഴിഞ്ഞാൽ റിട്ടേൺ എഫ് എന്ന് വെച്ചാൽ ഫാക്ടോറിയൽ ആയിരിക്കും. ദാ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്ത് ഈ ഒറ്റ ലൈനേ ഉള്ളൂ. ഇതെപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കാനാണ് if n < 1 ആണെങ്കിൽ റിട്ടേൺ 1 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതിന് നമുക്കൊന്ന് പ്രോഗ്രാം കോഡ് ചെയ്ത് നോക്കണം. ഞാനപ്പോൾ ആദ്യം എന്താണ് എൻ്റെ ഫംഗ്ഷൻ, ഇതിന് റിട്ടേൺ വാല്യൂ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇൻറ്റ് എന്നുള്ള ഇതാണ് എടുക്കുന്നത്. ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫാക്ട് എന്ന് ഞാൻ അതിനെ ഇടുവാണ്. മനസ്സിലായില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്? ആ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. ആ ഫംഗ്ഷനെ ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്? ആ ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്യുവാണ്. ഡിഫൈൻ ചെയ്യാൻ നേരത്ത് എന്താണ് പറയുന്നത്? ഫാക്ട് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്ത് ഒരു കൗണ്ട് എന്ന് പറഞ്ഞ് കിടന്നോട്ടെ. മനസ്സിലായില്ലേ? കൗണ്ട് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്? നമുക്ക് n എന്ന് പറഞ്ഞ് വിളിക്കാം, പെട്ടെന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്താണ് പറയുന്നത്? 5 എന്ന് പറയുന്നത് ഇപ്പം എന്നിലേക്ക് വന്ന് ആ n എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞെന്താ? n എന്ന് പറയുന്നത് < 1 ആണെങ്കിൽ റിട്ടേൺ ഏത് വാല്യൂ ആണ്? റിട്ടേൺ 1 എന്ന് പറയുകയാണ്. എന്നിട്ടാണ് ഞാൻ എൻ്റെ ഏത് ചെയ്യേണ്ടത്? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത്. അതായത് f = ഏതാണ്? n × ഫാക്ട് n−1. അതായത് ഫാക്ടോറിയൽ അല്ലേ, അതായത് ഏതെങ്കിലും ഒരു വാല്യൂ നമുക്കൊരു m എന്ന് എടുക്കാം. ഇൻറ്റ് m കാരണം m വേണമല്ലോ. ഇതാണ് നമ്മുടെ സാധനം n × ഫാക്ടോറിയൽ n−1. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? എനിക്ക് ആ റിട്ടേൺ എന്ത് മതി? റിട്ടേൺ m റിട്ടേൺ ചെയ്യണം. ആ m എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ടാ വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻറ്റ് k = എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ കെയിൽ ആ m വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഫംഗ്ഷൻ പഠിച്ചിട്ടേ ഇങ്ങോട്ട് വരാനുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ് ക്ലാസ്സുകൾ നമുക്ക് എളുപ്പം കിട്ടുമെന്ന്. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. കണ്ടില്ലേ? ആൻസർ വന്നിട്ടുണ്ടോ? 120 എന്ന് പറഞ്ഞത്. ഇനി നമുക്കറിയാവുന്ന 3 ഫാക്ടോറിയലാണ്. 3 × 2 × 1 എത്ര വരും?
6 വരും. മനസ്സിലായില്ലേ? ആൻസർ 6 വന്ന്. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. മനസ്സിലായില്ലേ? സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിൽ നിങ്ങൾ ഓർക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ൻ്റെ കണ്ടുപിടിക്കാൻ 5 + 4 + 3 + 2 + 1 ഒന്നുമില്ല. 5 + സം ഓഫ് 4 കിട്ടിയാൽ മതി. അപ്പോൾ n ആണെങ്കിലോ n + സം ഓഫ് n - 1 കിട്ടിയാൽ മതി. സിമ്പിളാണ്. ഇനി ഒന്ന് നോക്കിയേ, നമ്മൾ ഫാക്ടോറിയൽ വരും കൂടുതലോട്ട് നോക്കിയേ. ഫാക്ടോറിയലിന് വരും നമ്മൾ എന്താണ് എഴുതുന്നത്? നമ്മൾ സം ആണ് എഴുതുന്നത്. സം എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ആ ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യുന്നു. ഇനി എന്താണ് പറയുന്നത്? ആ ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? എന്തെഴുതുന്നു? ഏതാണ് പറയുന്നത്? ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമ്മ് കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്ക് എന്ത് വരെ പോകണം? 0 വരെ പോകണം. ഇതൊക്കെ നമ്മുടെ മറ്റേ ഫോർ ലൂപ്പിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ് പറയുന്നത്? എസ് ഈക്വൽ ടു എസ് പ്ലസ് ഐ എന്നാണ് എഴുതുന്നത്. ഇവിടെ നമ്മൾ എസ് ഈക്വൽ ടു 0 എന്നാണ് എഴുതുന്നത്. ഫാക്ടോറിയൽ കാണാൻ നേരത്ത് എഫ് ഇൻറ്റു ഐ എന്നാണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ എഫ് ഈക്വൽ ടു 1 കൊടുക്കണം. കാരണം എല്ലാം 1 വരെ പോയാൽ മതി, മറ്റേ 0 വരെ പോയാലും കുഴപ്പമില്ല. അപ്പോൾ എന്താണ്? റിട്ടേൺ കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ഇനി എന്താണ് പറയുന്നത്? എം എന്ന് പറയുന്ന വാല്യൂ n ഈക്വൽ ടു n പ്ലസ് സം ഓഫ് n - 1. മനസ്സിലായില്ലേ? സിമ്പിളാണ്. ഇനി റിട്ടേൺ എം ആണ്, അങ്ങോട്ട് പൊക്കോളും. ഞാനിപ്പോൾ 3 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 3 + 2 + 1 അതും എന്ത് വരണം? 6 വരണം. ഇതിനകത്ത് ഒരു എററുണ്ട്. എന്താണ് എറർ നോക്കിയേ? ഇൻഡ് 11th ലൈനിൽ റിട്ടേൺ അടുത്ത് ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ഏത് വാല്യൂ വരണം? നമ്മൾ തിരിച്ച് 0 വരെ വന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 വരെ വരണമെന്നില്ല. എന്താണ്? n < 1 ആണ്. അങ്ങനെയാണ് 1 വരെ. 5 + ഞാൻ പറഞ്ഞ എന്താണ്? ഇവിടെ എന്താണ്? നമ്മൾ 5 കൊടുക്കുവാണ്. 5 കൊടുക്കുമ്പോഴത്തേന് എന്താണ് പറഞ്ഞത്? 5, 4, 3, 2, 1 വരെ വന്നത്. ആ 1 റിട്ടേൺ ആയി കഴിഞ്ഞാൽ പിന്നെ 1, 2, 3 എന്ന് പറഞ്ഞ് തിരിച്ച് ആഡ് ചെയ്ത് പൊക്കോളും. അപ്പോൾ റിട്ടേൺ 1 ഇവിടെ കൊടുത്താലും കറക്റ്റ് ആൻസർ. നോക്കി, 5, 4, 9, 3, 12, 2, 14, 1, 15 വരണം. 15 ആൻസർ വരണം. നോക്കിയേ 15 ആണോന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടില്ലേ? അപ്പോൾ എന്താണ്? ആൻസർ ക്ലിയർ ആയി. ഇത്രയുള്ള റിക്കർഷന് നിങ്ങൾ മനസ്സിൽ ഇതാ കൺക്ലൂഷൻ എക്സാമിന് മുമ്പ് മനസ്സിലിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. n ഇൻറ്റു ഫാക്ടോറിയലാണ് n - 1. n പ്ലസ് സം ഓഫ് n - 1 മാത്രം ഇരുന്നാൽ മതി. ആദ്യം എന്ത് ചെയ്യണം? നമ്മളൊരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്ത് ആ ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യണം. കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി. m = n ഇൻറ്റു എഫ് ഓഫ് n - 1 ആണ് ഫാക്ടോറിയൽ. അങ്ങനെയാണ് ഇത് നിൽക്കേണ്ടത്. എന്താണ്? ഒരു കണ്ടീഷൻ കൊടുക്കുക, റിട്ടേൺ 1 എന്ന് കൊടുക്കുക. സം ആണെങ്കിൽ എന്താണ്? m ഏതാണ്? n പ്ലസ് സം ഓഫ് n - 1. ഇത് മാത്രം ഓർത്താൽ മതി. അപ്പോൾ റിക്കർഷന് ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ?